പൈമ്പാലിൽ പഞ്ചാര ചേർത്തു കുറുക്കിയ പഞ്ചാമൃതം പോലെ പാൽപായസം. ക്യാരറ്റ് കൊണ്ട് ഒരു ഉഗ്രൻ പായസം എങ്ങനെ ഉണ്ടാക്കാം, അതും എളുപ്പത്തിൽ എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഒന്ന് വഴറ്റിയെടുത്ത് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കും. ഇത് ഫ്രൈ ചെയ്ത് ആദ്യമേ അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാര്യം ഇപ്പോഴൊന്നും അന്വേഷിക്കേണ്ട. ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നു. അല്പം കൂടെ നെയ്യ് ഒഴിച്ച് ക്യാരറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റുന്നു. തോല് കളഞ്ഞ് ഷ്രെഡ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റാണ് ക്യാരറ്റ് പായസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ക്യാരറ്റ് നെയ്യിലിട്ട് വഴറ്റി ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക എന്നുള്ളതാണ്. നമുക്കിതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു. പഞ്ചസാര മിക്സ് ആവണം. ക്യാരറ്റ് അതിൽ കിടന്ന് ഒന്നുകൂടെ നന്നായി വേവണം. ഇനി നമ്മൾ അടുത്തതായി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പാലാണ്. കണ്ടൻസ് മിൽക്ക് ചേർക്കണമെങ്കിൽ അത് ചേർക്കാം, പാല് ചേർക്കണമെങ്കിൽ അതും ചേർക്കാം. ഈ പാലിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നമ്മുടെ ക്യാരറ്റ് പായസം റെഡി ആയിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്കിത് ഇനി ഉരുളിയിലേക്ക് പകർന്ന് തയ്യാറാക്കാം. ഏകദേശമായി വന്നിട്ടുണ്ട് ക്യാരറ്റ് പായസം. ഇനി ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ക്യാരറ്റിൻ്റെ മധുരവും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ മധുരവും കൂടി ബാലൻസ് ചെയ്തിട്ട് വേണം പഞ്ചസാരയോ ശർക്കരയോ എന്താന്ന് വെച്ചാൽ ചേർക്കുമ്പോൾ ചേർക്കാൻ. യെസ്, ഇനി ഇതൊന്ന് തിളച്ചു കഴിഞ്ഞാൽ ഏലക്കാപ്പൊടി കൂടി വെതറി നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. പൈമ്പാലിൽ പഞ്ചാര ചേർത്തു കുറുക്കിയ പഞ്ചാമൃതം പോലെ പാൽപായസം. വെള്ളോട്ടുരുളിയിൽ പാലടി പോലെ പൊന്തി തിളയ്ക്കുന്നു പാൽപായസം. ഒരുപാട് തിരക്കാന്ന് എനിക്കറിയാം, പക്ഷെ ആ തിരക്കിനിടയിൽ കൂടി ഒരു കൊച്ചു ക്യാരറ്റ് പായസം കൂടി ആയിക്കോട്ടെ. എന്താ? എന്നെ കൊതിപ്പിക്കും പായസങ്ങൾ.